Mindtrend FX. Your journey to mastering the markets begins now. Hi everyone, it's me Rahul. Welcome to Mindtrend FX, my YouTube channel. സോ ഇന്നും നമുക്ക് മാർക്കറ്റിൽ ഒരു മൂവ്മെൻ്റ് ഒന്നും ഇന്നും ഉണ്ടായിരുന്നില്ല. ഇന്നും മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ട് തന്നെയായിരുന്നു. ഏകദേശം മാർക്കറ്റ് രാവിലെ ഈ ഒരു ക്യാൻഡിലിൽ ഓപ്പൺ ചെയ്ത് ആ ക്യാൻഡിലിൻ്റെ ഉള്ളിൽ തന്നെ മാർക്കറ്റ് കടന്നിട്ട് കൺസോൾട്ടേറ്റ് ചെയ്യായിരുന്നു. ഒന്ന് മുകളിലോട്ട് താഴോട്ട് ആ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു മാർക്കറ്റിലുണ്ടായിരുന്നത്. കാരണം ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമുക്കൊരു 100 പോയിൻറ്റ്സ് ചെറിയൊരു ഗ്യാപ്പ് ഡൗണും പിന്നൊന്ന് പൊങ്ങി ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് അങ്ങനെയായിരുന്നു മാർക്കറ്റ് നിന്നിരുന്നത്. സോ മാർക്കറ്റ് രാവിലെ തന്നെ 100 പോയിൻറ്റ്സ് കഴിഞ്ഞിട്ട് പിന്നെ മൂവ് ചെയ്ത് നമ്മൾ നോക്കിയാൽ കാണാം വെറും 33 പോയിൻറ്റ്സ് ആണ്. ഈ 33 പോയിൻറ്റ്സ് ആണ് മാർക്കറ്റിൽ നിന്ന് ആകെ മൂവ് ചെയ്തത്. കാരണം ഫസ്റ്റ് 100 പോയിൻറ്റ്സ് നമുക്ക് എന്തായാലും ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, സോ ഇപ്പം തൽക്കാലം മാർക്കറ്റിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുക, മാർക്കറ്റ് ഒരു ഡയറക്ഷൻ മൂവ് ചെയ്യുന്നതിന് മുന്നേ. പിന്നെ ഒരുപാട് ആൾക്കാർ എനിക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു, ബ്രോ എന്താണ് വാട്ട് നെക്സ്റ്റ്, എന്താണ് നമ്മുടെ എൻട്രി കാര്യങ്ങൾ. സോ ഞാൻ ഒരു ജസ്റ്റ് ഒരു ജനറൽ അവയർനെസ് തരാം. നിങ്ങളുടെ കയ്യിൽ ലാപ്പോ മൊബൈലോ എല്ലാം ഉണ്ടാവുമല്ലോ. ജസ്റ്റ് നിങ്ങൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം പ്രീ മാർക്കറ്റ് സമയത്തും 9:10 ഓക്കെ 9:07 മുന്നേയും 9:07 കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ആഫ്റ്റർ ഒരു 9:30 അല്ലെങ്കിൽ 9:45 ഈ ഒരു സമയത്ത് NSEയുടെ ഹീറ്റ് മാപ്പ് ഒന്ന് ഓൺ ചെയ്ത് നോക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ NSEയുടെ ഹീറ്റ് മാപ്പ്. ഇതിനകത്ത് നമുക്ക് എല്ലാ ഡാറ്റയും കിട്ടും. സെക്ടറിൻ്റെ ഏതൊക്കെ സെക്ടറാണ്, ഓക്കെ, ഏതൊക്കെ ഇൻഡെക്സ് ആണ് ഇവിടെ, ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടും. സോ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ, ഇത് ഫുള്ള് റെഡാണ്. റെഡ് മീൻസ് ഓവറോൾ മാർക്കറ്റ്, ബ്രോഡ് മാർക്കറ്റ് കംപ്ലീറ്റ് ഡൗൺ ആണ്. സോ ഇങ്ങനെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു എന്താ പറയുക, ഒരു സ്റ്റോക്കിലോ ഒരു ഷെയറിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻഡെക്സിലോ നമുക്ക് ട്രേഡ് ചെയ്യുന്നത് ഭയങ്കര റിസ്ക് ആണ്. ഓക്കെ, നമുക്ക് ഒരു ഡയറക്ഷണൽ മൂവ്മെൻറ്റോ ആസ് ഒരു ഓപ്ഷൻ ബയ്യർ ഒരു ഡയറക്ഷണൽ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഈ മാക്സിമം സെക്ടേഴ്സ് ഡൗൺ ആണ്. ആകെ കുറച്ചുകൂടെ ഒന്നുണ്ടായിരുന്നത് PSU ബാങ്ക്സും ഹെൽത്ത് കെയറും മാത്രമാണ്. സോ അതിനകത്തും നമുക്ക് നോക്കിയാൽ അറിയാം മെല്ലെ സൈഡ് വേസ് മൂവ്മെൻ്റ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. സോ ഞാൻ കൂടുതലും ലാർജ് ക്യാപ്പ് കമ്പനിയാണ് ട്രേഡ് ചെയ്യുന്നത്. ഞാൻ സ്മോൾ ക്യാപ്പ് അങ്ങനെ പിന്നി സ്റ്റോക്സും ട്രേഡ് ചെയ്യാറില്ല. ഓക്കെ, സോ അതാണ് സേഫും. സോ നമ്മൾ ഇപ്പോൾ നിങ്ങളെല്ലാവരും NSEയുടെ ഹീറ്റ് മാപ്പ് ഒന്ന് ഗൂഗിളിൽ അടിച്ചാൽ മതി, NSEയുടെ ഹീറ്റ് മാപ്പ് വരും. സോ ഹീറ്റ് മാപ്പ് എടുത്തിട്ടൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്കൊരു ജനറൽ ഒരു അവയർനെസ്, ഒരു നോളജ് കിട്ടും. സോ അപ്പം തന്നെ നമ്മൾ നിഫ്റ്റിയിലൊന്നും കയറി വെറുതെ ട്രേഡ് ചെയ്യാൻ നമ്മൾ പോകത്തില്ല. കാരണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതായിരിക്കും അവസ്ഥ, നമുക്ക് ലോസ് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. സോ നമ്മൾ NSEയുടെ ഹീറ്റ് മാപ്പ് ഒന്ന് നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഒരു നിഫ്റ്റി ബയറല്ല. സോ ഈ ഹീറ്റ് മാപ്പിൽ എല്ലാം ഗ്രീനാണ്, എല്ലാം ഓക്കെ ആണ്. നിഫ്റ്റി ഒരു ഷോയിങ് മൂവ്മെൻറ്റും ചെയ്യുന്നുണ്ട്. നിഫ്റ്റിയുടെ എന്താ പറയുക അഡ്വാൻസ് ഡിക്ലൈൻ, നിഫ്റ്റി 50 50 കമ്പനികൾസും ഓക്കെയാണ്. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്കത് ട്രേഡ് ചെയ്യാം. ഓക്കെ, സോ അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്താൽ നമുക്ക് ലോസ് വരാൻ വളരെ ഈസിയാണ്. സോ ദാറ്റ്സ് വൈ ഞാൻ ഇന്നൊരു ട്രേഡ് ഇന്നും ഞാൻ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നിഫ്റ്റിയിലൊന്നും. സോ നമുക്ക് നാളെയും ഈ റേഞ്ച് ബൗണ്ട് ആണെങ്കിൽ നാളെയും നമ്മുടെ ഇത് നോ ട്രേഡിംഗ് സോൺ ആണ്. ഓക്കെ, നാളെ പിന്നെ ഫ്രൈഡേയും കൂടിയാണ്. സോ റിമെമ്പർ, നാളെ ഫ്രൈഡേയും കൂടിയാണ്. സോ നാളെ ഫ്രൈഡേയും കൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പൊസിഷൻ ഒന്നും ക്യാരി ഫോർവേഡ് ചെയ്ത് വെക്കാനോ എടുക്കാനൊന്നും കഴിയുന്നില്ല. കാരണം ഇപ്പം ലാസ്റ്റ് മാർക്കറ്റിൻ്റെ ഒരു നോളജ് ഇതനുസരിച്ച് ക്യാരക്ടർ അനുസരിച്ച് സാറ്റർഡേ സൺഡേസിലാണ് ന്യൂസ് വരുന്നത്. പിന്നെ മൺഡേസിൽ വലിയ ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഇതൊക്കെയാണ് സംഭവിക്കുക. സോ ബട്ട് ലക്കിലി നിങ്ങളെടുത്ത പൊസിഷൻ ആ ഒരു സൈഡിലോട്ടാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ലോസ് വരും. സോ അതൊക്കെ നോക്കി ചെയ്യാം. നാളെയും നമ്മുടെ ലെവൽ ഇതിൻ്റെ താഴെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നാളെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 25,457, 25,319, 25,112 ഇതായിരിക്കും നമ്മുടെ ബ്രേക്ക് ഡൗൺ പ്ലാൻ. അതല്ലെങ്കിൽ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് കയറിയിട്ട് ഒരു ബൈ ട്രാപ്പ് ചെയ്തിട്ട് 26,000 26,000 പോയിട്ട് നമുക്ക് ഇവിടം വരെ ട്രേഡ് ചെയ്യാം. ഇവിടെ നമുക്ക് പൊസിഷൻ നമുക്ക് ക്ലോസ് ചെയ്യാം മാർക്കറ്റിൻ്റെ ക്യാൻഡിൽസും മൂവ്മെൻറ്റ്സ് നോക്കിയിട്ട്. സോ ഇവിടെ നമുക്ക് ഇതിനെ വീണ്ടും സെല്ല് ചെയ്യാം. ഓക്കെ, 26,000 മാർക്കറ്റ് വീണ്ടും താഴോട്ട് ഒരു സെൽ ഓഫ് വരാനുള്ള ചാൻസ്
ടെക്നിക്കലി എനിക്ക് തോന്നുന്നുണ്ട് ഒരു ബയർ ട്രാപ്പ്, ഇവിടുന്ന് ഒരു ബയറിനെ ട്രാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് പിന്നെ ഒരു ഹെവി മൂവ്മെൻറ്റ് താവോട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ ലാസ്റ്റ് 3 days ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നില്ല. ഇറ്റ്സ് മീൻസ് ഒരു ബിഗ് മൂവ് മാർക്കറ്റിൽ വരാൻ പോകുന്നു, ഒന്നുകിൽ അപ്പ് സൈഡ് അല്ലെങ്കിൽ ഡൗൺ സൈഡ്. സോ ഡൗൺ സൈഡ് ഈ ഒരു ഗ്യാപ്പ് ഒഴിവാക്കിയിട്ട് മാർക്കറ്റ് എന്തായാലും മൂവ് ചെയ്തില്ല. സോ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യും. സോ ഒരു ട്രാപ്പ് മൂവ്മെൻറ്റ് ആണെങ്കിലും നമുക്ക് ഇവിടുന്ന് ഇതിനെ സെല്ല് ചെയ്യാം, ബ്രേക്ക് ഡൗൺ ആണെങ്കിലും സെല്ല് ചെയ്യാം. സോ ഇവിടുന്ന് ഒരു മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിലും നമുക്ക് മാർക്കറ്റിനെ ഒരു ബൈയിലോട്ട് പോയിട്ട് നമുക്ക് 400 പോയിൻറ്റ്സ് ഉണ്ടല്ലോ, നമുക്ക് 26,000 നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. നമ്മുടെ ടാർഗറ്റ് 26,000 ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. സോ അതിനെല്ലാം ഈ റേഞ്ചിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് മൂവ് ചെയ്യണം. വെനെവർ മാർക്കറ്റ് ഇതിൽ മൂവ് ചെയ്യുന്നു അത്രയും നമുക്ക് ട്രേഡ്സ് ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ പിന്നെ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോക്സ് ഒന്നും ഞാൻ അധികം കൊടുത്തിട്ടില്ല. സോ നാളെ നിങ്ങൾക്ക് നോക്കി വെക്കാൻ പറ്റുന്ന സ്റ്റോക്സ് ഉണ്ട്. ട്രെൻഡ് നിങ്ങളൊന്ന് വാച്ച് ചെയ്തോ, ട്രെൻഡ് എബോവ് 4144 മുകളിൽ ട്രെൻഡ് ഒന്ന് വാച്ച് ചെയ്തോ. പിന്നെ ഇന്ന് നമ്മുടെ ടാറ്റ സ്റ്റീൽ ഗ്രൂപ്പിൽ പറഞ്ഞിട്ട് ടാറ്റ സ്റ്റീൽ അത്യാവശ്യം മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഏകദേശം അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് ടാറ്റ സ്റ്റീൽ തന്നിട്ടുണ്ടായിരുന്നു. സോ ടാറ്റ സ്റ്റീലും നമുക്ക് നാളെ ഇതിൻ്റെ മുകളിലോട്ട് നോക്കാം. ആൻഡ് ടോറൻറ്റ് പവർ നിങ്ങളൊന്ന് നോക്കി വെച്ചോ. ടോറൻറ്റ് പവർ ഇറ്റ്സ് ഗുഡ്. ടോറൻറ്റ് പവർ ഇതിൻ്റെ മുകളിൽ, ടോറൻറ്റ് പവറും 1420 മുകളിൽ, ഓക്കെ, 1420 മുകളിൽ ടോറൻറ്റ് പവറും നൈസാണ്. സോ ടോറൻറ്റ് പവർ നിങ്ങൾ നോക്കി വെച്ചോ. ടോറൻറ്റ് പവറും ഒരു നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട് മുകളിലോട്ട്. സോ ഇതൊക്കെ നമുക്ക് ഇൻട്രാഡേക്ക് വേണ്ടി യൂസ് ചെയ്യാം. ടോറൻറ്റ് പവർ, പിന്നെ ടാറ്റ പവർ മൂവ് ചെയ്തിട്ടില്ല, പക്ഷേ ടാറ്റ പവറും ടാറ്റ പവർ ഇടുന്ന ഞാൻ എൻട്രി കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് തന്നെയായിരുന്നു അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ടാറ്റ പവറും ഒരു എക്സ്പെക്റ്റിംഗ് ഹൈ മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ ടാറ്റ പവർ, ടോറൻറ്റ് പവർ, ട്രെൻഡ്, ഈ 3 സ്റ്റോക്കുകൾ നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചാൽ നമുക്കൊരു അപ്കമിങ് ഡേയ്സിൽ ഒരു മൂവ്മെൻറ്റ് തരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ നിഫ്റ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ്. നിഫ്റ്റിക്ക് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിഫ്റ്റി നിൽക്കുന്ന അത്രയും നമ്മൾ ജസ്റ്റ് മാർക്കറ്റിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുക, മാർക്കറ്റിൽ മൂവ്മെൻറ്റും വരട്ടെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ട്രേഡിംഗ് ഇസ് നോട്ട് ഫോർ എവറി ഡേ. ട്രേഡിങ് എവറി ഡേ ചെയ്യാനുള്ള ഒരു പ്രോസസ്സല്ല. ഓക്കെ, സോ നമുക്ക് നല്ലൊരു ദിവസത്തിന് വെയിറ്റ് ചെയ്യാം, അത് നമുക്ക് ട്രേഡ് ചെയ്യാം. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇൻഡെക്സിനെ കുറിച്ചും ഹീറ്റ് മാപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ് മൈ ചാനൽ.